കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പ്രധാന വിഷയത്തെ ആധാരമാക്കിയാണ്. നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത് ദൈവസ്നേഹത്തിൻ്റെ വിജയം എന്നുള്ളതായ 13ാമത്തെ പാഠമാണ്. ഈ ക്വാർട്ടറിലെ അവസാനത്തെ പാഠവും കൂടെയാണ്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. ആയതുപോലെ നിങ്ങളെ സ്നേഹത്തോടെ ഈ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ഈ പാഠം കഴിഞ്ഞ 12 പാഠത്തിൻ്റെയും ഒരു സമാപനമായിട്ടാണ് വരുന്നത്. പ്രത്യേകിച്ച് ഈ പ്രധാനമായി ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്നതായ എല്ലാ സംഘടനത്തിൻ്റെയും അവസാനം കുറിക്കുന്നതായ ഒരു വീക്ഷണവും കൂടെ നമുക്ക് ഈ പാഠത്തിൽ ലഭ്യമായിട്ടുണ്ട്. അതുമാത്രവുമല്ല, ലോകം ഉറ്റിരിക്കുന്ന ഏറ്റവും വലിയ സംഭവമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് മനപ്പാഠവാക്യമായി നൽകപ്പെട്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളാണ്. സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് തൊട്ടു മുൻപ് ധാരാളം സംഭവങ്ങൾ പ്രവചന അടിസ്ഥാനത്തിലും ആയതുപോലെ കർത്താവായ യേശു ക്രിസ്തു മുൻകൂട്ടി നമ്മോട് പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതുണ്ട്. വെളിപ്പാട് പുസ്തകം, ദാനിയേലിൻ്റെ പ്രവചനം, യെശയ്യാവ്, ഇരമ്യാവ് എന്നീ പ്രവചന പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതായ ഒട്ടനവധി കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. എന്തൊക്കെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ടു മുൻപ് സംഭവിക്കേണ്ടത്, അഥവാ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ ചില സംഭവങ്ങൾ? വെളിപ്പാട് 22:11 പറയുന്നത്, അനീതി ചെയ്യുന്നവനെയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവനെയും അഴുക്കാടട്ടെ എന്ന് പറയുന്നു. അത് കൃപയുടെ കാലം അവസാനിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. കൃപയുടെ കാലം അവസാനിക്കുമ്പോൾ തന്നെ മുദ്ര ഇടും. ദൈവത്തിൻ്റെ മക്കളെയും അല്ലാത്തവരെയും ദൂതന്മാർ മുദ്രയിട്ട് വേർതിരിക്കും. അതിനുശേഷം വലിയ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യും. പിന്നെ ആ സമയത്ത് തന്നെ 7 ബാധകൾ ഉണ്ടാകും. ഈ 7 ബാധയുടെ അവസാനത്തിൽ വലിയ ഭൂകമ്പവും കാര്യങ്ങളുണ്ടാകും. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുൻപ് തന്നെ ഈ പല ജാതികളും ഗോത്രങ്ങളും പരസ്പരം യുദ്ധം ചെയ്യുകയും ആധിപത്യം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയും ചെയ്യുമെന്നൊക്കെ നാം പ്രവചന ആത്മരേഖകളിലൂടെ നാം വായിച്ച് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ വൈറ്റ് പറയുന്നത്, ഈ അന്ത്യകാലമാകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുൻപുള്ളതായ സമയത്ത് വിശുദ്ധന്മാരാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്നാണ് പറയുന്നത്. പാസ്റ്റർ പറഞ്ഞതുപോലെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാകട്ടെ, വിശുദ്ധൻ തന്നെ നീതീകരിക്കട്ടെ എന്ന് പറയുന്നതായ അവസ്ഥ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായ വിസ്താര സഭയിൽ നിന്നുള്ളതായ ആ എഴുന്നേൽപ്പ്, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ അവിടെ ഇല്ലാത്തതായ ഒരവസ്ഥയിൽ പിന്നെ നമുക്ക് പാപം ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്ക് നന്മ ചെയ്ത് നീതിയുടെ ഭാഗത്ത് നിലനിൽക്കുവാനും കഴിയാത്തതായ ഒരവസ്ഥ ഉണ്ടാകും. കാരണം നമുക്കൊരു മധ്യസ്ഥനില്ലാത്തതായ ഒരവസ്ഥ. ഈ അവസ്ഥയിൽ പരസ്പരം ഞാൻ വിശുദ്ധനാണോ അതോ അധമനാണോ എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കുമെന്ന് സിസ്റ്റർ വൈറ്റ് പറയുന്നു. ആ കാലഘട്ടത്തിൽ വിശുദ്ധന്മാർക്ക് മരണമുണ്ടാകുകയില്ല എന്നും പറയുന്നു. പലരും നമ്മെ പഴിക്കുകയും, അതായത് വിശുദ്ധന്മാരെ പഴിക്കുകയും വരുന്നതായ വിപത്തുകൾക്ക് വിശുദ്ധന്മാരാണ് കാരണമെന്ന് കണ്ട് അവരെ കൊല്ലുവാൻ തക്കവണ്ണം നോക്കുകയും ചെയ്യും. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് വിശുദ്ധന്മാരുടെ ജീവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്റർ ജോസഫ്, കർത്താവായ യേശു ക്രിസ്തു വരാൻ സമയമാകുമ്പോൾ അതിന് തൊട്ട് മുൻപായി ഒരു വലിയ കഷ്ടകാലം ഉണ്ടാകുമെന്ന് പറയുന്നു. ഈ കഷ്ടകാലത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമായിരിക്കും, അതിൻ്റെ ദൈർഘ്യം, അത് ഈ കഷ്ടം എന്ന് പറയുന്നത് ലോകവ്യാപകമായിരിക്കുമോ അതോ വ്യക്തിപരമായിരിക്കുമോ, എങ്ങനെയാണത്? ഈ കഷ്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവജനത്തിന് ഉണ്ടാകുന്ന പീഡനത്തെക്കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. ദൈവജനത്തിന് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ എല്ലാ വിധത്തിൽ നിന്നും വരിഞ്ഞു കെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവർ എന്നുള്ള ഒരൊറ്റ കാരണത്താൽ എല്ലാ വിധത്തിലും മനുഷ്യവർഗം നമ്മെ പീഡിപ്പിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അതുപോലെ അന്ത്യനാൾ അടുക്കും തോറും കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും നടക്കും.
പല വിധത്തിൽ ദുരാരോപണം ഉന്നയിച്ചും മറ്റ് വിധത്തിൽ ഈ ക്യാരക്ടർ അസാസിനേഷൻ, അതായത് സ്വഭാവഹത്യ ചെയ്തും പല വിധത്തിൽ അങ്ങനെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ള ശ്രമം നടത്തും. അപ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയ ഒരു ഭാഗമായിട്ട് നമ്മൾ തീർന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ, പ്രതികരണ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവിന് വേണ്ടി എല്ലാം സഹിക്കാൻ ത്യജിക്കാൻ സന്നദ്ധരെ നമ്മൾ തീർന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നാം പരാജയപ്പെട്ടു പോകും എന്ന് തിരുവനന്തപുരം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത്. പാസ്റ്റർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത്? നാം തയ്യാറെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് എൻ്റെ വചനം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദൈവത്തിൻ്റെ വചനം പഠിക്കുക, എന്നെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ആ വിധത്തിലാണ് ദൈവത്തിൻ്റെ വചനം. മാനസാന്തരപ്പെടുക, എന്നെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുക. കർത്താവ് യേശു ക്രിസ്തു അനുഭവിച്ചതായ കഷ്ടങ്ങളേക്കാൾ കൂടുതൽ നമുക്കാർക്കും കഷ്ടങ്ങൾ വരികയില്ല. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ചു എന്നതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യുക? ഇത് സഹിക്കുക. അതുകൊണ്ട് അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യത്തിലും പറയുന്നത്, ദൈവ കൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. സഹിഷ്ണുത ഏറ്റവും അനിവാര്യമാണ്. പാസ്റ്റർ ബിനോയ്, ഇവിടെ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നതായ ദൈവജനത്തിന്, അഥവാ കഷ്ടപ്പാടും പ്രയാസവും ഇതുപോലെ വലിയ പീഡനവും വരുമ്പോൾ ദൈവം നമ്മെ എപ്രകാരം സംരക്ഷിക്കുമെന്നാണ് സങ്കീർത്തന പുസ്തകത്തിലും യോഹന്നാൻ്റെ വെളിപ്പാടുകാരനായ യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഉള്ളതായ ഭാഗങ്ങളിലൊക്കെ പറയുന്നത്? വളരെ പ്രചോദനമായ ഒരു കാര്യമാണ്, നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണ്. കാരണം എപ്പോഴും ഇതിൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് ആളുകളുടെ മനസ്സിലൊരു ഭീതിയാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ചില വിമർശകർ പോലും പറയും, ആളുകൾ ഭക്തിയിൽ മാർഗത്തിലേക്ക് ആളെ കൂട്ടുന്നത് ഭയപ്പെടുത്തിയിട്ടാണ്. എന്നാൽ അന്ത്യകാലത്ത് ദൈവം പറയുന്നത്, എൻ്റെ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു, ഞാൻ നിങ്ങളുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് ഞാൻ കൽപ്പിക്കുമെന്നാണ് പറയുന്നത്. നിൻ്റെ ഇടത്തുവശത്തും വലത്തുവശത്തും വീഴും, പക്ഷേ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല എന്ന് പറയുന്നത്. ഒന്നിനെക്കുറിച്ചും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ശിശുവായിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്, ചിലപ്പോൾ നമ്മളെ പിന്തുടരുന്ന ശത്രുക്കളുടെ രൂപത്തിൽ നമ്മൾക്കും ഈ ശത്രു സൈന്യത്തിനും ഇടയിൽ ചിലരെ വരുന്നത് കാണാം. ഒരുപക്ഷെ അത് ദൂതന്മാരായിരിക്കുമെന്നാണ് പറയുന്നത്. കാടുകളിലും മലകളിലും നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ദൂതന്മാർ ഏലിയാവിനെ പോറ്റിയതുപോലെ, പിന്നെ കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്തതുപോലെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സുരക്ഷിതത്വം നമുക്കൊപ്പം ഉണ്ടായിരിക്കും. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും മറവിൽ വസിക്കുകയും ചെയ്യുന്ന തീർച്ചയായിട്ടും അത് സുരക്ഷിതത്വമാണ്, കർത്താവിൻ്റെ സുരക്ഷിതത്വം. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജോസഫ്, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ഈ അന്തിമ പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോകാതിരിക്കാനുള്ളതായ ചില വാഗ്ദത്തങ്ങൾ ദൈവം നൽകുന്നു. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും തീത്തോസിൻ്റെ 2-ാമത്തെ അധ്യായത്തിലുമൊക്കെ കർത്താവ് തന്നെ നമുക്ക് നൽകുന്നതായ ചില ആശ്വാസങ്ങളുണ്ട്. എന്താണ് ആ ആശ്വാസം? ആ ആശ്വാസത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ്? കർത്താവിന് യേശു ക്രിസ്തു നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾ കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പറയും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കലും ചേർത്തുകൊള്ളും, ഞാൻ വീണ്ടും വന്നിട്ട് ചേർത്തുകൊള്ളും എന്നാണ് തിരുവനന്തപുരം പറയുന്നത്. അതുപോലെ തീത്തോസ് ലേഖനത്തിൽ പറയുന്നത്, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് നാം കാത്തിരിക്കുക. നമ്മെ ഒരു കാലത്ത് താളടിയായി പോകാൻ ദൈവം സമ്മതിക്കില്ല. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമുക്ക് കൂടെ ഉള്ളതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ നമ്മളായിരിക്കും എന്ന് തിരുവനന്തപുരം പഠിപ്പിക്കുന്നു. 91-ാം സങ്കീർത്തനം നാം പഠിപ്പിക്കുന്ന, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിൻ്റെ കോട്ടയും എൻ്റെ പരിചയമെന്ന് പറയുന്നു. നിൻ്റെ വയസ്സ് 1000 പേരും നിൻ്റെ വലതുവയസ്സ് 10,000 പേരും വീഴും, എങ്കിലും ഒരു ബാധയും നിന്നോട് അടുത്ത് വരികയില്ല. അത്രമാത്രം കരുതലോടെ ഈ അന്ത്യകാലത്ത് വൻ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ഭീതി വരുമ്പോൾ നമ്മെ സംരക്ഷിക്കാം എന്ന വലിയ വാഗ്ദത്തമാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിൽ സമാനമായ പ്രതികരണങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലും മറ്റു വേദപുസ്തക ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നതായ രക്ഷയോട് ഈ അന്തിമ പ്രതിസന്ധി ഘട്ടത്തിൽ നാം എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മൾ പ്രതികരിക്കേണ്ടത് വളരെ
ദൈവത്തോടുള്ള നന്ദി സൂചകമായിട്ടാണ്, ദൈവത്തോടുള്ള കടപ്പാടാണ്, അത് ആഘോഷം കൂടെയാണ്. അതിനെക്കുറിച്ച് ഇവിടെ വെളിപ്പാട് 15 ഒരു വാക്യം പറയുന്നത്, അവർ തീ കലർന്ന പളുങ്കു കടൽ പോലെ മൃഗത്തോടും അതിൻ്റെ പ്രതിമയുടെ പേരിൽ സംഖ്യയോട് ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കു കടലിനരികെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടിയെന്നാണ് പറയുന്നത്. ഇത് ത്യാഗത്തിൻ്റെ പാട്ടാണ്. മോശ ഇസ്രയേലിലെ ജനങ്ങളെ ശിക്ഷിക്കാമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ദൈവം പറഞ്ഞപ്പോൾ, വേണ്ട, ഞാൻ എൻ്റെ ജീവൻ എടുത്തിട്ടും ഇവരെ രക്ഷിക്കും എന്ന് പറയുന്ന ത്യാഗത്തിൻ്റെ പാട്ടാണ്. യേശു സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് നമ്മളെയൊക്കെ വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും നിർവൃതിയും ആത്മാഭിമാനവുമാണ് നമുക്കുണ്ടാകുന്നത്. അതേപോലെ തന്നെ 21:7 കർത്താവ് പറയുന്നത്, കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു, നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക എന്നാണ് പറയുന്നത്. എത്രമാത്രം സന്തോഷകരമായ അനുഭവമായിരിക്കും. അതൊരു ഭാഗ്യകരമായ പ്രത്യാശയാണ്. അത് നമ്മൾ നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിച്ച വിശ്വാസത്തിൻ്റെ വിജയകരമായ പര്യവസാനമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ രണ്ടാം വരവ് എന്ന് പറയുന്നത്. പാസ്റ്റർ ജോസഫ്, കർത്താവായ യേശുക്രിസ്തു വരുന്നതോടുകൂടെ മറ്റൊരു കാലഘട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. വേദപുസ്തകത്തിൽ 1000 ആണ്ട് വാഴ്ച എന്നും പണ്ഡിതന്മാരുടെ ഇടയിലും വേദശാസ്ത്രത്തിൽ അത് മിലീനിയം എന്നും ഒക്കെ സഹസ്രാബ്ദം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്? വെളിപ്പാട് 20-ാം അധ്യായത്തിലാണ് അതിനെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ കാണുന്നത്. സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു എന്ന് പറയുന്നു. അപ്പോൾ മില്ലേനിയം എന്നൊരു വാക്ക് വേദപുസ്തകത്തിൽ ഇല്ല. 1000 വർഷത്തേക്ക് ഒരു സ്വസ്ഥത എന്ന് മാത്രം നാം സ്വന്തയുടെ നിശ്ചയാർ അങ്ങനെ പഠിപ്പിക്കുന്നു. അപ്പോൾ സാത്താനെ പിടിച്ച് ചങ്ങലക്കിടുന്നു. ഈ ചങ്ങലയിടെന്ന് പറഞ്ഞാൽ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അവനെ മീതെ മുദ്രയിട്ടു എന്നാണ് തിരുവനന്തപുരം പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു ചങ്ങല, ഭൗതികമായൊരു ചങ്ങല അവിടെ ഇല്ല. സാഹചര്യമാകുന്ന ചങ്ങലകളെ അവൻ ബന്ധിക്കപ്പെടുകയാണ്. ദാറ്റ് മീൻസ് വിശുദ്ധന്മാരുടെ അവസ്ഥ, വിശുദ്ധന്മാർ മരിച്ചവർ സ്വർഗത്തിലേക്ക് പോയി, കർത്താവിനോട് പോയി. ജീവനോട് ഇരുന്നവർ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേർന്നു. പിന്നെ ഈ ഭൂമിയിൽ 2 വിഭാഗം ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ജീവിച്ചിരിക്കുന്ന ദുഷ്ടന്മാരും മരിച്ചുപോയ ദുഷ്ടന്മാരും. ജീവിച്ചിരിക്കുന്ന ദുഷ്ടന്മാർ കർത്താവിൻ്റെ ശ്വാസത്താലും കൊല്ലും, അവരും മരിക്കും. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ ആരുമില്ല. അപ്പോൾ സാത്താന് പ്രവർത്തിക്കാൻ, വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ എടുക്കപ്പെട്ടതോടുകൂടി പിന്നെ സാത്താന് പ്രവർത്തിക്കാനുള്ള മേഖല അതോടെ തീർന്നു. അതുകൊണ്ട് ഈ 1000 വർഷക്കാലം അവൻ സ്വസ്ഥമായ, അവൻ തന്നെ ഉണ്ടാക്കിയ അവൻ്റെ പ്രവർത്തന പരിണത ഫലമാണ് അവൻ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമായ ചങ്ങലകളെ ബന്ധിതനായിട്ടാണ് 1000 വർഷം ഇവിടെ സ്വസ്ഥമായിട്ട് കഴിച്ചുകൊടുക്കുന്നത്. ഈ സമയത്ത് വിശുദ്ധന്മാർ സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം 1000 വർഷം ആയിരിക്കുകയും ചെയ്യും. ഇത് ഒരു വലിയൊരു ആശയക്കുഴപ്പത്തിന് സാഹചര്യം ഒരുക്കുന്നതായ ഒരു പഠനം കൂടെയാണ്. കാരണം മറ്റു അനേക സഭകൾ പഠിപ്പിക്കുന്നത് ഈ 1000 ആണ്ട് എന്ന് പറയുന്നത് അത് മധ്യാകാശത്തിലാണെന്നും ശൂന്യാകാശത്തിലാണ് എന്നും ഒക്കെ പഠിപ്പിക്കുന്നതായ ഉപദേശങ്ങളുണ്ട്. ഭൂമിയിലാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് സ്വർഗത്തിലേക്ക് പോകുന്നവരായി കണ്ടു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് വീണ്ടും പോകും എന്നൊക്കെയാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1000 ആണ്ട് വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ സ്വർഗത്തിലും ദുഷ്ടന്മാർ മരിച്ച് ഭൂമിയിലും കിടക്കുന്നതായ അവസ്ഥയാണ് ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ വാഴുന്നത് ശരിക്കും വിശുദ്ധന്മാരാണ്, സാത്താനോ ദുഷ്ടന്മാരോ അല്ല. അതുപോലെ തന്നെ പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തിൽ ഈ 1000 ആണ്ട് കാലഘട്ടത്തിൽ വിശുദ്ധന്മാർ എന്ത് ചെയ്യുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്താണ് വാസ്തവത്തിൽ വിശുദ്ധന്മാർക്ക് ചെയ്യുവാനുള്ളതായ പ്രവൃത്തി? യഥാർത്ഥത്തിൽ ഈ സമയത്ത് വിശുദ്ധന്മാർ കർത്താവിനോട് കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ, 3-ാമത് പുതിയ യെരൂശലേം സ്ഥാപിക്കപ്പെടുമ്പോൾ ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ വിശുദ്ധന്മാർ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നടക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അവിടെ പുസ്തകങ്ങളുണ്ട്, ഓർമ്മയുടെ പുസ്തകങ്ങളുണ്ട്, ജീവൻ്റെ പുസ്തകമുണ്ട്, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ പരിശോധന ന്യായവിധിയെക്കുറിച്ചും നമ്മൾ മുമ്പ് ചിന്തിച്ചു. സ്വർഗത്തിൽ പുസ്തകങ്ങൾ തുറക്കപ്പെടുകയും അവിടെ ഓരോരുത്തരുടെയും ന്യായവിധി നടക്കുകയും ചെയ്തു. ഈ ന്യായവിധി പുസ്തകങ്ങൾ ഇവർക്കൊന്നും കൂടെ കണ്ണോടിക്കാനുള്ള അവസരം ദൈവം അവർക്ക് കൊടുക്കും. കാരണം
ഈ വിശുദ്ധന്മാരായ ആളുകൾക്ക് അറിയാം ആരൊക്കെയാണ് ഇല്ലാത്തത്, ആരൊക്കെയാണുള്ളത് എന്നുള്ള കാര്യം. അപ്പോൾ അവരുടെ മനസ്സിൽ സംശയം ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ള പല വ്യക്തികളും കാണുന്നില്ലല്ലോ, അവരൊക്കെ വിശുദ്ധന്മാരായിരുന്നു, പല പ്രമുഖരെ നമുക്ക് കാണാതെയാവും. അപ്പോൾ അവരുടെ മനസ്സിൽ നിഷ്കളങ്കമായ ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ട് അവരില്ല? അപ്പം കർത്താവായ യേശുക്രിസ്തുവിന് എല്ലാ മനുഷ്യരെയും ബോധ്യപ്പെടുത്തണം എന്തുകൊണ്ടാണ് അവർ ശിക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് അവരില്ലാത്തവർ. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം കർത്താവ് നീതിയുള്ള ദൈവമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ന്യായവിധിയുടെ ഭാഗമാകാൻ ഈ വിശുദ്ധന്മാരായ ജനങ്ങൾക്ക് ഒരു അവസരം നൽകുകയാണ്. അവർ, എനിക്ക് തോന്നുന്നു, കർത്താവിനോടൊപ്പം ഈ പുസ്തകങ്ങൾ, ഏടുകൾ പരിശോധിക്കും എന്ന് തന്നെയാണ്. വാസ്തവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായ പ്രവൃത്തികളെല്ലാം വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വരും. വിശുദ്ധന്മാർ അതിലൂടെ പാസ്റ്റർ പറഞ്ഞതുപോലെ കണ്ണോടിക്കുകയും കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായ പ്രവൃത്തി നീതിയും ന്യായവുമാണ് എന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും ചെയ്യും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ വിശുദ്ധന്മാർക്ക് ലഭിച്ചതായ പദവി എന്തുകൊണ്ട് ദുഷ്ടന്മാർക്ക് ലഭിച്ചില്ല എന്ന് പിന്നൊരു കാലത്ത് വിശുദ്ധന്മാർ പറയാതിരിക്കേണ്ടുന്നതിന് ദൈവത്തിൻ്റെ ന്യായവിധി നീതിയുള്ളതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന്, അഥവാ അത് പ്രഖ്യാപിക്കുന്നതിന് ഈ വിശുദ്ധന്മാർക്ക് ഒരവസരം ഉണ്ടാകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പം കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ദൈവത്തിൻ്റെ വചനത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ 1000 ആണ്ട് കഴിയുമ്പോൾ ഒരു കാലഘട്ടം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു സമയം. അത് കാലഘട്ടം അതിൻ്റെ ദൈർഘ്യം എത്രയാണ് എന്ന് വേദപുസ്തകം പറയുന്നില്ല. ഈ 1000 ആണ്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നതായ സംഭവങ്ങൾ എന്തെല്ലാമാണ്? വെളിപ്പാട് പുസ്തകം നാം വായിക്കുന്നത് 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. ആ സമയത്ത് അവൻ ഗോഗ് മാഗോഗ് എന്നവരെ ഭൂലോകത്തെല്ലാം ചെന്ന് പരക്കെ ചെന്നിട്ട് ദുഷ്ടന്മാരായവരെ എല്ലാവരും ഒന്നിച്ചു കൂട്ടിയിട്ട് നാം 21-ാം അധ്യായത്തിൽ പഠിക്കുന്ന ദൈവത്തിൻ്റെ സ്വർഗം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു നാം കാണുന്നു. ആ സ്വർഗീയ രാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. സെഖര്യാ പ്രവചനം 4-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് 12-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്കിൽ നാം വായിക്കുന്നത്, അപ്പോൾ കർത്താവായിരിക്കും യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ കർത്താവ് തൻ്റെ ഈ ഭൂമിയിൽ കാല് തൊടും, ഒലിവുമല 2ആയി പിളർന്നൊരു സമതലം ഉണ്ടാകും. ആ സമതലത്തിൽ വിശുദ്ധന്മാരും കർത്താവുമായിട്ട് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതാണ്. അപ്പോൾ ഈ ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിന് എന്ന് പറഞ്ഞാൽ സകല ദുഷ്ടന്മാരെയും ഒന്നിച്ചു കൂട്ടി വിശുദ്ധന്മാരെയും പ്രിയ നഗരത്തെയും വളയും. ആ പ്രിയ നഗരം എന്ന് പറയുന്നത് ഇതാണ്. സെഖര്യാ പ്രവചനം വായിക്കും 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഒലിവുമല 2ആയി പിളർന്ന സമതലമുണ്ട്. ആ സമതലത്തിൽ കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കും. ആ സമയത്ത് ഇവരെല്ലാവരും കൂടെ വന്ന് വിശുദ്ധന്മാരെയും പ്രിയ നഗരത്തെയും വളയും. അവിടെ വെച്ച് അന്തിമ യുദ്ധം നടക്കും. എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കർത്താവ് എന്ത് ചെയ്യും? തൻ്റെ വായിലെ ശ്വാസത്താൽ ആകാശനിധി ഇറക്കിയിട്ട് അവരെ നശിപ്പിച്ച് കളയും. അപ്പോൾ ദുഷ്ടന്മാരുടെ അന്ത്യം അവിടെ തീർന്നു. എന്ന് പാപത്തിൻ്റെ കാരണഭൂതരായവരെയും അതോടെ ഇല്ലായ്മയാക്കും. അതോടെ പിന്നെ ഭൂമിയെ ശുദ്ധമാക്കി കഴിഞ്ഞു. ഈ ദുഷ്ടന്മാർക്ക് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വന്ന് വിശുദ്ധന്മാരെ ചേർത്തുകൊണ്ട് പോയതിന് ശേഷം വീണ്ടും വരുന്നതായ ഈ സമയത്ത് ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നല്ലോ. ഈ ദുഷ്ടന്മാരുടെ ഉയർപ്പിനും അവരുടെ നാശത്തിനും തമ്മിൽ എത്ര കാലദൈർഘ്യമുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നില്ല. ഇല്ല. അപ്പോൾ അത് വേദപുസ്തകം പറയുന്നത് എന്താണ്? ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും എന്നൊരു പരാമർശം 65-ാം അധ്യായം വായിക്കുന്നു. അപ്പോൾ അത് ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു 100 വർഷം കാണും എന്നുള്ളതായ ഒരു ചിന്തയുണ്ട്. അത് വാസ്തവമായും അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. വേദപുസ്തകം അത് വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവർക്ക് സംഘടിക്കാനും അവർക്ക് അവസാന യുദ്ധത്തിന് ഒരുങ്ങാനുമുള്ളതായ ഒരു സമയം ഉണ്ടാവും, ദൈവം നൽകും എന്നാണ് പറയുന്നത്. കാരണം എല്ലാ യുദ്ധങ്ങളുടെയും അവസാനത്തെ യുദ്ധമാണ് അത്. ലോകാരംഭം മുതൽ അവസാനം വരെയുള്ളതായ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അന്തിമമായ യുദ്ധം, അതോടുകൂടെ എല്ലാം അവസാനിക്കേണ്ടുന്നതുമായ ഒരു കാര്യമാണ്. പാസ്റ്റർ, ഈ യുദ്ധവും ദൈവത്തിൻ്റെ ന്യായവിധിയും, അതായത് ദുഷ്ടന്മാരെ കൊന്നുകളയുന്നതും അതുപോലെ വിശുദ്ധന്മാരെ ദൈവരാജ്യത്തിൽ സ്ഥിരപ്പെടുത്തുന്നതുമായ ആ പ്രക്രിയയാണ് ദൈവത്തിൻ്റെ ന്യായവിധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിധി ന്യായം അത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? കർത്താവും രാജാവുമായിട്ടാണ് ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുക. ആദ്യം കർത്താവായ യേശുക്രിസ്തു സൃഷ്ടിതാവായ ദൈവമായി, പിന്നെ വീണ്ടെടുപ്പുകാരനായി, പരിശുദ്ധാത്മാവായി, മഹാപുരോഹിതനായി, ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു രാജാവും കർത്താവുമായി നമുക്ക് മുന്നിൽ വരികയാണ്. ഇനി അവൻ നമ്മളോട് കൂടെ, ഇതാ ദൈവത്തോടു കൂടെ മനുഷ്യരുടെ കൂടാരം, അവർ അവൻ്റെ ജനമായും അവർ അവൻ്റെ ദൈവമായും എന്നും
കഴിയാൻ പോകുന്ന ആ ഒരു സ്വഭാവമാണ് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ഈ സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ വലിയൊരു കാര്യമാണ്. എന്നാൽ ഇതിനു മുമ്പ് ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിന് മുമ്പ് ഗോഗും മാഗോഗായിട്ട് വിശുദ്ധ മന്ദിരത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനം ഒലിവുമല രണ്ടായി പിളർന്ന് സ്ഥാപിക്കപ്പെടുന്ന പ്രിയ നഗരത്തെ വളയുന്നതിന് മുമ്പ്, തൊട്ടു മുമ്പ്, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രീ വൈറ്റ് അതിനെക്കുറിച്ച് പറയുന്നത് അവർക്കൊരു പനോരമിക് വിഷൻ എല്ലാവർക്കും കൊടുക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരു സിനിമയിൽ എന്ന പോലെ അവരവരുടെ തെറ്റുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ഓരോരുത്തർക്കും ദൈവം എത്രമാത്രം അവസരം കൊടുത്തു എന്ന് കാണിച്ചു കൊടുക്കും. ആ സമയത്ത് എല്ലാവർക്കും ബോധ്യമാകും, അയ്യോ ഞങ്ങൾ ചെയ്ത് തെറ്റിപ്പോയി, ഇതായിരുന്നു യഥാർത്ഥ സത്യം എന്ന് പറയുകയും എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ ഒന്ന് വണങ്ങുകയും ചെയ്യും. എല്ലാ മുഴങ്കാലും അവൻ്റെ മുമ്പിൽ വണങ്ങുന്ന ഒരു അവസരമുണ്ട്. അതാണ് രാജാതി രാജാവും കർത്താതി കർത്താവുമായി യേശു ക്രിസ്തുവിനെ കാണുന്ന അവസ്ഥ. ഈ സമയത്ത് അവർ യുദ്ധത്തിന്, പക്ഷേ അവർക്ക് ആ സമയത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഇല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ആ നൊടിയടയ്ക്കുള്ളിൽ വീണ്ടും അവർ വർദ്ധിത വീര്യത്തോടെ പാഞ്ഞെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ സിംഹാസനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനം ആകാശത്തേക്ക് ഉയരുകയും അവിടെ നിന്ന് തീ വർഷിച്ച് എല്ലാവരെയും എന്നേക്കുമായി നശിപ്പിച്ച് കളയുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നേക്കുമായി നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് പിശാചിനെയും മൃഗത്തെയും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. അവർ എന്നേക്കും രാപ്പകൽ ഈ ദണ്ഡനം അനുഭവിക്കും. അങ്ങനെയാണ് ദ ഫൈനൽ കൺക്ലൂഷൻ. എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാരെ പിന്നീട് കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു. പാസ്റ്റർ, ഈ ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞല്ലോ, വേദപുസ്തകം അങ്ങനെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സാത്താൻ അവരെ എന്ത് പറഞ്ഞിട്ടാണ് വീണ്ടും യുദ്ധത്തിലേക്ക് നയിക്കുന്നത്? സാത്താൻ്റെ അന്തിമ വിജയം നമുക്കായിരിക്കുമെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അതിനുള്ള ശ്രമം നടക്കുക. സ്വർഗത്തിൽ പറഞ്ഞതുപോലെ, അതെ, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ അവസാനം ഒരു വട്ടം കൂടെ അതെ നമുക്ക് അവസാനമായി നമുക്ക് ഈ ദൈവരാജ്യം പിടിച്ചടക്കാനുള്ളതായ ഒരു അവസരമാണ് എന്ന ഭാവനയാണ് അവർ ഈ പുതിയ യെരുശലേമിനെയും ദൈവത്തിൻ്റെ നഗരത്തെയും പിടിച്ചടക്കുവാൻ തക്കവണ്ണം പോകുന്നത്. പാസ്റ്റർ, അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നീതിമാന്മാരുടെ പ്രതിഫലത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നു. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് വാചാലമാകുന്നു. നീതിമാന്മാരുടെ പ്രതിഫലം എത്രമാത്രം വലുതാണ്? കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കൂടെ അതൊരു വലിയ സന്തോഷം. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവായ യേശു ക്രിസ്തുവിന് പോലും അത് സന്തോഷകരമായ കാര്യമാണ്. കാരണം കർത്താവായ ലോകസ്ഥാപനം മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് കർത്താവ് ചെയ്ത വലിയ ത്യാഗത്തിൻ്റെ ഫലമാണ്, റിസൾട്ടാണ്, കൊയ്ത്താണ്, ഫലശേഖരമാണ് കർത്താവ് കാണുന്നത്. അതേ സംബന്ധിച്ചോളം കർത്താവിനും ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യമാണ്. നീതിമാന്മാരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. അത് കുഞ്ഞാടിൻ്റെ കല്യാണമാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനോടൊന്നിച്ച് എന്നും ജീവിക്കുന്നതിൻ്റെ, കർത്താവിനെ മുഖാമുഖം കാണുന്നതിൻ്റെ വലിയ സന്തോഷകരമായ അനുഭവമാണ് നീതിമാന്മാരുടെ ഏറ്റവും വലിയ പ്രതിഫലം. ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി കരുതിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാലും യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ച് കണ്ടപ്പോൾ യോഹന്നാൻ വാചാലനായി അന്ന് തനിക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് എത്രമാത്രം മനോഹരമായിട്ട് എഴുതുവാൻ സാധിച്ചുവോ അത്രമാത്രം മനോഹരമായിട്ട് എഴുതി. പക്ഷേ നാം ഇന്ന് ലോകത്തിൽ നിന്ന് നാം ആ കാഴ്ച കാണുമ്പോൾ അതിലും മനോഹരമാണ് ദൈവരാജ്യമെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ പ്രേക്ഷകരും വേദപുസ്തകം പഠിച്ചതായ നമുക്കും ആ ഭാഗ്യം നേരിൽ കാണുവാൻ, അവിടെ ആയിരിക്കുവാൻ ദൈവം ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾ രണ്ടുപേരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, ദൈവരാജ്യം വേഗം വരാൻ കാലമായി. കാലം സമീപിക്കുന്നതിന് മുൻപ് നാം ഒരുങ്ങുകയും സമീപിക്കുമ്പോൾ നാം അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ആശങ്കപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോഴേ അതിനായി ഒരുങ്ങി ദൈവരാജ്യത്തിൽ കടക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.